നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 10th പ്രിലിംസ് അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്നവർ ഉറപ്പായിട്ടും നോക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 100 മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. എല്ലാ പരീക്ഷയ്ക്കും PSC ഉറപ്പായിട്ടും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിലേ ഫസ്റ്റ് കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതെല്ലാമാണ്? പമ്പയും കക്കിയുമാണ്. പമ്പയും കക്കിയും. അപ്പോൾ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതൊക്കെ? പമ്പ, കക്കി എന്നിവയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? മൂലമറ്റമാണ്. മൂലമറ്റം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മൂലമറ്റം. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാ? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മൂലമറ്റത്താണ്. മൂലമറ്റം. ഇനി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏത്? കാനഡയാണ്. കാനഡ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാ? മണിയാർ, കുത്തുങ്കൽ, ഉള്ളുങ്കൽ എന്നിവയാണ്. ഇതിൽ മണിയാർ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കുത്തുങ്കൽ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഉള്ളുങ്കൽ പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ മണിയാറും. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാ? മണിയാർ. മണിയാറാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിയാണ്. കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി. ഇനി ഒരു 10 മുൻവർഷ ചോദ്യങ്ങൾ പിടിച്ചോളൂ. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ല ഏത്? കാസർഗോഡ് ജില്ലയാണ് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ല. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? തിരൂരാണ് തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയായ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ക്ലാസ് ആണ്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. സ്റ്റഡി പ്ലാനോട് കൂടിയാണ്. അപ്പോൾ ടൈം ടേബിൾ വൈസ് ക്ലാസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ തന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വീക്ക് 1 ആദ്യത്തെ വീക്കിലെ ടൈം ടേബിൾ, അതിൽ ആദ്യത്തെ വീക്കിൽ 5 ദിവസം, ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5. ഡേ 1 എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5. ഈ 5 ദിവസം നിങ്ങൾ പഠിച്ചിട്ട് 2 ദിവസം റിവൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ പഠിച്ചു. ശനിയും ഞായറും റിവൈസ് ചെയ്യുക. ഞായറാഴ്ച രാത്രി അറ്റൻഡ് ചെയ്യാനുള്ള ടെസ്റ്റും ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ വീക്ക് 1, വീക്ക് 2 ആയിട്ട് ഞാൻ ഓൾറെഡി അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊരു ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCERT 5, 7, 9 ക്ലാസ്സുകളിലെ SCERT പാഠപുസ്തകങ്ങളിലെ വസ്തുതകൾ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. എല്ലാം ഈ ഒരൊറ്റ കോഴ്സിൽ നിങ്ങൾക്ക് തുച്ഛമായ ഫീസിൽ എക്സാം കഴിയുന്നത് വരെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ബാച്ച് മാത്രമല്ല, ഫയർമാന്റെ ബാച്ച് നടക്കുന്നു. ജനറൽ PSC, അതുപോലെ ഇനി വരാനിരിക്കുന്ന കമ്പനി LGS, ബെവ്കോ LD, VFA മുതലായ ബാച്ചുകളിൽ ഒരുപാട് ബാച്ചുകൾ നമ്മുടെ ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാം വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് കേട്ടോ. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എഴുത്തച്ഛൻ ജനിച്ച തുഞ്ചൻ പറമ്പ് ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ല. സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന KG ബാലകൃഷ്ണൻ കേരളത്തിലെ ഏത് ജില്ലയിലാണ് ജനിച്ചത്? കോട്ടയം ജില്ലയിലാണ് ജനിച്ചത്. കേരളത്തിൽ ഏത് ജില്ലയിലാണ് പുകയില കൃഷിയുള്ളത്? കാസർഗോഡ് ജില്ലയിലാണ് പുകയില കൃഷിയുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാ? പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ല.
ആലപ്പുഴ ജില്ല എന്ന നിലവിൽ വന്നത് 1957 ഓഗസ്റ്റ് മാസം 17. 1957 ഓഗസ്റ്റ് മാസം 17 ആലപ്പുഴ ജില്ല നിലവിൽ വന്നത്. കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ല. വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏത്? വയനാട്. 10 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നുകൂടെ പറയാം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരൂരാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ല. എഴുത്തച്ഛൻ ജനിച്ച തുഞ്ചൻ പറമ്പ് ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന KG ബാലകൃഷ്ണൻ കേരളത്തിലെ ഏത് ജില്ലയിലാണ് ജനിച്ചത്? കോട്ടയം ജില്ലയിലാണ് ജനിച്ചത്. കേരളത്തിലെ ഏത് ജില്ലയിലാണ് പുകയില കൃഷിയുള്ളത്? കാസർഗോഡ് ജില്ല. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? പാലക്കാട് ജില്ല. ആലപ്പുഴ ജില്ല എന്താണ് നിലവിൽ വന്നത്? 1957 ഓഗസ്റ്റ് മാസം 17. 1957 ഓഗസ്റ്റ് മാസം 17 ആലപ്പുഴ ജില്ല നിലവിൽ വന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക. പെടാത്തത് താലൂക്കാണ്. പെടുന്നത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അപ്പൊ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഏതൊക്കെയാണ്? ഏറ്റവും ബേസ് ലെവലിൽ ഗ്രാമപഞ്ചായത്ത്, അത് കഴിഞ്ഞ് ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ ജില്ലാ പഞ്ചായത്ത്. അപ്പൊ ഗ്രാമപഞ്ചായത്ത് പ്രാദേശിക വികസന ആവശ്യങ്ങൾ വാർഡ് തല ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യുന്നു. ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതികളായിട്ട് സമർപ്പിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിലേക്ക് സമർപ്പിക്കുന്നു. ജില്ലാ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്ത് പരിശോധിച്ച പദ്ധതികൾക്ക് ജില്ലാതല പ്ലാനിംഗ് കമ്മിറ്റി അംഗീകാരം നൽകുന്നു. സംസ്ഥാന ആസൂത്രണ ബോർഡിന് ഇവ കൈമാറുന്നു. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി പ്രാദേശിക ഗവൺമെന്റുകളുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത വൈസ്രോയി ആരാണ്? റിപ്പൺ പ്രഭു ആണ്. റിപ്പൺ പ്രഭു. ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ആരാ? റിപ്പൺ പ്രഭു. പ്രാദേശിക ഭാഷാ പത്ര നിയമം പിൻവലിച്ച വൈസ്രോയി ആരാണ്? റിപ്പൺ പ്രഭു ആണ്. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ വെർണക്കുലർ പ്രസ് ആക്ട് നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? ലിട്ടൺ പ്രഭു ആണ്. ലിട്ടൺ പ്രഭു. ഇനി പ്രാദേശിക ഗവൺമെന്റുകളെ ശക്തിപ്പെടുത്തുന്നതിനും രാജ്യത്തുടനീളം അവയ്ക്കൊരു ഏകീകൃത ഘടനയും ചുമതലകളും നൽകുന്നതിനും വേണ്ടി 2 ഭേദഗതികൾ കൊണ്ടുവന്നു. അത് ഏതൊക്കെയാണ്? 73ാമത്തെ ഭേദഗതിയും 74ാമത്തെ ഭേദഗതിയും. 73ാമത്തെ ഭേദഗതി എന്താണ്? ഗ്രാമീണ തലത്തിലുള്ള പ്രാദേശിക ഗവൺമെന്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 74ാമത്തെ ഭേദഗതിയോ നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അവയെ വിളിക്കുന്നത് എന്താണ്? നഗരപാലിക. നഗരപാലിക. ഇനി പഞ്ചായത്ത് തലത്തിലുള്ളതിനെ വിളിക്കുന്നത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ എന്നാണ്. ഇനി പഞ്ചായത്തുകളുടെ അധികാരങ്ങളും പദവികളും ഉത്തരവാദിത്തങ്ങളും പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാ? 243G ആണ്. 243G. ഗ്രാമസഭകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 243A ആണ്. 243A. ഇനി കേരളത്തിൽ ത്രിതല പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നതെന്ന 1994 ഏപ്രിൽ മാസം 23 1994 ഏപ്രിൽ മാസം 23. ഓക്കെ, ഇനി ഒരു 10 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പിടിച്ചോളൂ. ചോദ്യം: സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം കോട്ടയമാണ്. കോട്ടയം. ഇനി ഒരു 10 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പിടിച്ചോളൂ. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം കോട്ടയമാണ്. കോട്ടയം. ആയുർവേദത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? കോട്ടയ്ക്കൽ. കോട്ടയ്ക്കലാണ് ആയുർവേദത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം. കല്ലട ജലസേചന പദ്ധതി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂർ. നീണ്ടകര ഫിഷിംഗ് ഹാർബർ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കൊല്ലം ജില്ല. ക്രിസ്ത്യാനികളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ പള്ളി ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ല. പട്ടികജാതി വിഭാഗക്കാർ കൂടുതലായി കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത്? പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ല. ജയസിംഹനാട് എന്ന പ്രാചീന നാമമുള്ള സ്ഥലം ഏതാ? കൊല്ലമാണ്. കൊല്ലം. ശ്രീവല്ലഭപുരം എന്നത് ഏത് സ്ഥലത്തിന്റെ പ്രാചീന നാമമാണ്? തിരുവല്ലയാണ്. തിരുവല്ല. ബലിത എന്നത് വർക്കലയുടെ പ്രാചീന നാമമാണ്. ഓക്കെ, അപ്പൊ പറഞ്ഞ ഇത്രയും ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂർ. നീണ്ടകര ഫിഷിംഗ് ഹാർബർ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കൊല്ലം ജില്ല. കല്ലട ജലസേചന പദ്ധതി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കൊല്ലം ജില്ല.
സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം ഏതാണ്? കോട്ടയമാണ്. പട്ടികജാതി വിഭാഗക്കാർ കൂടുതലായി കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത്? പാലക്കാട് ജില്ല. ക്രിസ്ത്യാനികളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ പള്ളി ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ല. ഇനി ജയസിംഹനാട് എന്നത് ഏത് സ്ഥലത്തിന്റെ പ്രാചീന നാമം? കൊല്ലത്തിന്റെ പ്രാചീന നാമം. ശ്രീ വല്ലഭപുരം എന്നത് തിരുവല്ലയുടെ പ്രാചീന നാമം. ബലിത എന്നത് വർക്കലയുടെ പ്രാചീന നാമമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? കേരള അത്ലറ്റുകൾ: PT ഉഷ, TC യോഹന്നാൻ, KM ബീനാമോൾ എന്നിവരാണ് കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നത്. ഇനി ജിമ്മി ജോർജ് ഇറ്റലിയിലെ പ്രൊഫഷണൽ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച ആദ്യ ഇന്ത്യൻ വോളിബോൾ താരമാണ് ആര്? ജിമ്മി ജോർജ്. ഇറ്റലിയിലെ പ്രൊഫഷണൽ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച ആദ്യ ഇന്ത്യൻ വോളിബോൾ താരമാണ് ജിമ്മി ജോർജ്. അർജുന അവാർഡ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വോളിബോൾ താരം ആര്? ജിമ്മി ജോർജ് ആണ്. ജിമ്മി ജോർജ്. PT ഉഷ ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് PT ഉഷയാണ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് PT ഉഷയാണ്. PT ഉഷ രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് 2022 2022 PT ഉഷയ്ക്ക് അർജുന അവാർഡ് ലഭിച്ച വർഷം 1983. PT ഉഷയ്ക്ക് പത്മശ്രീ ലഭിച്ചതോ 1985 1985. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാണ് KM ബീനാമോൾ. വർഷം 2002. ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഫൈനലിൽ പ്രവേശിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിതയാണ് ആര്? KM ബീനാമോൾ. ഇനി ഒരു 10 പ്രീവിയസ് ക്വസ്റ്റ്യൻ പിടിച്ചോളൂ. പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച സംഘടന ഏത്? പ്രത്യക്ഷ രക്ഷാ ദേവസഭ. വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച സംഘടന സമത്വ സമാജമാണ്. സമത്വ സമാജം. ശ്രീനാരായണ ഗുരു SNDP യോഗം. തൈക്കാട് അയ്യ ശൈവപ്രകാശ സഭ. ഡോക്ടർ പൽപ്പു ഈഴവ മഹാസഭ. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. എപ്പോഴും ചോദിക്കാറുണ്ട് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. പണ്ഡിറ്റ് KP കറുപ്പൻ. സ്ഥിരം ചോദ്യം. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘ സ്ഥാപകനാണ്. വർഷം 1917 ആത്മവിദ്യാ സംഘം. കുറുമ്പൻ ദൈവത്താൻ ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് ആര്? കുറുമ്പൻ ദൈവത്താൻ. ഇനി ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ. ഓർത്തിരിക്കുക. റിപ്പോളിൻ എന്നത് ഏത് സ്ഥലത്തിന്റെ പ്രാചീന നാമമാണ്? ഇടപ്പള്ളിയുടെ പ്രാചീന നാമമാണ് റിപ്പോളിൻ എന്നത്. ബെറ്റിമനി എന്നതോ? കാർത്തികപ്പള്ളിയുടെ പ്രാചീന നാമമാണ് ബെറ്റിമനി. മഹോദയപുരം, മുസിരിസ്, അശ്മകം എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് കൊടുങ്ങല്ലൂരാണ്. മുസിരിസ്, അശ്മകം, മഹോദയപുരം, കൊടുങ്ങല്ലൂർ. ഗണപതി വട്ടം എന്നത് ഏത് സ്ഥലത്തിന്റെ പ്രാചീന നാമമാണ്? സുൽത്താൻ ബത്തേരിയുടെ പ്രാചീന നാമമാണ് ഏത്? ഗണപതി വട്ടം. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണെന്ന് കണ്ടെത്തുക. പെരിയാറാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരെന്താണ്? തേക്കടി വന്യജീവി സങ്കേതം എന്നതാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേര്. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1950. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം ഏത്? 1950. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിതമായ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ. പെരിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. പീച്ചി വാഴാനി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തൃശൂർ ജില്ല. പറമ്പിക്കുളം വന്യജീവി സങ്കേതം 1973 സ്ഥാപിച്ചത്. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശെന്തുരുണി 1984. അപ്പൊ ഈ 1984 കേരളത്തിൽ 4 വന്യജീവി സങ്കേതങ്ങളാണ് സ്ഥാപിതമായത്. ഏതൊക്കെ ഓർക്കുക? ചിന്നാർ, ചിമ്മിനി, ആറളം, ശെന്തുരുണി എന്നിവ 1984 സ്ഥാപിതമായത്. ചിന്നാർ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ചിമ്മിനി സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ്. ആറളം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ശെന്തുരുണി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. എല്ലാം ഫോം ചെയ്തത് 1984. ഇനി പെരിയാർ വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി മാറിയ വർഷം ഏത്? 1982.
ഇനി പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗങ്ങൾ പ്രോജക്ട് എലിഫന്റിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാ? 1992. ഇനി ഒരു 10 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പിടിച്ചോളൂ. നളചരിതം ആട്ടക്കഥയുടെ രചയിതാവ് ആരാണ്? ഉണ്ണായി വാര്യരാണ്. ഇനി ഒരു 10 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പിടിച്ചോളൂ. നളചരിതം ആട്ടക്കഥയുടെ രചയിതാവ് ആര്? ഉണ്ണായി വാര്യർ. ഏത് നദിയുടെ തീരത്താണ് മാമാങ്കം നടന്നിരുന്നത്? ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം നടന്നിരുന്നത്. രേവതി പട്ടത്താനം എന്നറിയപ്പെട്ട പാണ്ഡിത്യ ചടങ്ങ് നടത്തിയിരുന്നത് ഏത് ക്ഷേത്രത്തിൽ വെച്ചാണ്? തളി ക്ഷേത്രം. ഏത് നിയമമാണ് കൊച്ചിയിൽ ആദ്യമായി മരുമക്കത്തായം ഇല്ലാതാക്കിയത്? കൊച്ചിൻ നായർ ആക്ട് 1938. ഏത് നിയമമാണ് കൊച്ചിയിൽ ആദ്യമായി മരുമക്കത്തായം ഇല്ലാതാക്കിയത്? കൊച്ചിൻ നായർ ആക്ട് 1938. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ആദ്യമായി തയ്യാറാക്കിയത് ഏത് ഭാഷയിലാണ്? ലത്തീൻ ഭാഷയിൽ. ഏത് കാലഘട്ടത്തിലാണ് കൊല്ലവർഷം ആരംഭിക്കുന്നത്? AD 825. AD 825. വേലുത്തമ്പി ദളവയുടെ ജന്മസ്ഥലം തലക്കുളമാണ് വേലുത്തമ്പി ദളവയുടെ ജന്മസ്ഥലം. പെരുമാൾ തിരുമൊഴി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര്? കുലശേഖര ആൾവാറാണ് പെരുമാൾ തിരുമൊഴി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ഇനി കേരള ചരിത്രത്തിൽ എന്തിനെയാണ് മണിഗ്രാമം എന്നറിയപ്പെടുന്നത്? കച്ചവട സംഘങ്ങളെയാണ് മണിഗ്രാമം എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും ചോദ്യം ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. നളചരിതം ആട്ടക്കഥയുടെ രചയിതാവ് ഉണ്ണായി വാര്യരാണ്. ഏത് നിയമമാണ് കൊച്ചിയിൽ ആദ്യമായി മരുമക്കത്തായം ഇല്ലാതാക്കിയത്? കൊച്ചിൻ നായർ ആക്ട് 1938. ഏത് നദിയുടെ തീരത്താണ് മാമാങ്കം നടന്നിരുന്നത്? ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം നടന്നിരുന്നത്. കേരള ചരിത്രത്തിൽ എന്തിനെയാണ് മണിഗ്രാമം എന്നറിയപ്പെടുന്നത്? കച്ചവട സംഘങ്ങളെയാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ആദ്യമായി തയ്യാറാക്കിയത് ഏതു ഭാഷയിൽ? ലത്തീൻ ഭാഷയിൽ. ഏത് കാലഘട്ടത്തിലാണ് കൊല്ലവർഷം ആരംഭിക്കുന്നത്? AD 825. വേലുത്തമ്പി ദളവയുടെ ജന്മസ്ഥലം തലക്കുളമാണ്. പെരുമാൾ തിരുമൊഴി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് കുലശേഖര ആൾവാറാണ്. ഇത്രയും ചോദ്യം ഒന്ന് ഓർത്തിരിക്കാം. രേവതി പട്ടത്താനം എന്നറിയപ്പെട്ട പാണ്ഡിത്യ ചടങ്ങ് നടന്നിരുന്നത് ഏത് ക്ഷേത്രത്തിൽ വെച്ച്? തളി ക്ഷേത്രത്തിൽ വെച്ച്. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യത്തെ പഞ്ചായത്തായ പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല ഏത്? പീലിക്കോട് കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് ഏതാ? കൊടുമണ്ണാണ് കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത്. ഇനി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? കുളത്തൂപ്പുഴ. കേരളത്തിലെ ആദ്യ ഇന്റർനെറ്റ് അധിഷ്ഠിത ഭരണനിർവഹണ പഞ്ചായത്ത് ഏതാ? കാട്ടാക്കട. ഇനി ഒരു 10 ചോദ്യം പിടിച്ചോളൂ. മുസിരിസ് എന്ന പുരാതന തുറമുഖത്ത് ഏത് വിദേശ രാജ്യം കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നു? റോം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ നിലനിന്ന ഏക മുസ്ലിം രാജവംശം ഏതാണ്? അറക്കൽ രാജവംശമാണ്. സ്ഥിരം ചോദ്യമാണ് അറക്കൽ രാജവംശം. കേരളത്തിൽ ജനിച്ച പ്രശസ്തനായ ഒരു ഗണിത ശാസ്ത്രജ്ഞനാണ് ആര്? ആര്യഭട്ടൻ. കൃഷ്ണനാട്ടം എന്ന കലാരൂപം ആവിഷ്കരിച്ച രാജാവാരാണ്? മാനവേദൻ തമ്പുരാനാണ് കൃഷ്ണനാട്ടം എന്ന കലാരൂപം ആവിഷ്കരിച്ച രാജാവ്. പുരാതന കേരളത്തിലെ പ്രസിദ്ധമായ ഒരു തുറമുഖ പട്ടണമായിരുന്നു ഏത്? കൊടുങ്ങല്ലൂരിന്റെ പഴയ പേരുകൾ എന്തൊക്കെയാണ്? മുസിരിസ്, അശ്മകം, മഹോദയപുരം. കേരളത്തിന്റെ ചരിത്രരേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഇംഗ്ലണ്ടാണ് ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശം. കേരള സിംഹം എന്നറിയപ്പെട്ടിരുന്ന രാജാവാര്? പഴശ്ശിരാജയാണ് കേരള സിംഹം എന്നറിയപ്പെട്ടിരുന്ന രാജാവ്. മണിപ്രവാളത്തിന്റെ ലക്ഷണ ഗ്രന്ഥമായ കൃതി ഏതാ? ലീലാതിലകമാണ്. ഇനി പ്രസിദ്ധമായ മൂഷക വംശകാവ്യത്തിന്റെ കർത്താവാണ് ആര്? അതുലൻ. എപ്പോഴും ചോദിക്കും മൂഷക വംശകാവ്യത്തിന്റെ കർത്താവാണ് ആര്? അതുലൻ ഏത് രാജാവിന്റെ ആശ്രിതനായിരുന്നു എന്ന് ചോദിച്ചാൽ ശ്രീകണ്ഠന്റെ ആശ്രിതനായിരുന്നു അതുലൻ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. 100-ലധികം ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. എല്ലാം മുൻവർഷ ചോദ്യങ്ങൾ തന്നെയാണ്. ഈ ഒറ്റ ക്ലാസ്സിൽ നിന്ന് 2-3 മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആണ്. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ കോഴ്സുകളെല്ലാം നടന്നു വരികയാണ്. ജോയിൻ ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.